ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ ലോകമാസകലം ഓശാന ഞായറാഴ്ചയായിരുന്നു. വിശുദ്ധ വാരത്തിലേക്ക്, പീഡാനുഭവ വാരത്തിലേക്ക് ക്രൈസ്തവരെല്ലാവരും കടക്കുന്ന വിശുദ്ധമായ ദിനം. എന്നാൽ ചില പള്ളികളിൽ അതൊരു പ്രഹസനമായിരുന്നു, ഒരു ഷോ, പ്രഹസനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വികാരിച്ചൻ തന്നെ ഈശോയാണെന്ന് സങ്കല്പിച്ച് ഈശോയുടെ തോന്നിക്കുന്ന ഒരു വേഷം, എന്നാൽ അതൊരു കോമാളി വേഷം പോലെയായിരുന്നു. ഈശോയുടെ വേഷത്തോടൊന്നും സാമ്യമില്ലാത്ത ഒരു വേഷം ധരിച്ച് ഇടവക്കാരായ കുറെ പേരുടെ ഇങ്ങനെ കൈകളിൽ കുരുത്തോലയോ ഒലിവിലെല്ലാം കൊടുത്ത് അവരുടെ ഓശാന വിളികളോടുകൂടി വികാരിച്ചൻ തന്നെ ഈശോയായി സങ്കല്പിച്ചുകൊണ്ട് ഒരു ജാഥ, പ്രദക്ഷിണത്തിൻ്റെതായ ഒരു ഭംഗിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്തരീക്ഷമോ അല്ലെങ്കിൽ തിരുക്കർമ്മത്തിൻ്റെതായ ഏതെങ്കിലും തരത്തിലുള്ള ചൈതന്യമോ ഇല്ലാതെ ഒരു പ്രഹസനം. അങ്ങനെ ഇടവക ജനങ്ങളുടെ ആദരവും ആരാധനയൊക്കെ ഈശോയ്ക്ക് ലഭിക്കുന്നതിന് പകരം വികാരിയച്ചൻ നേടി. അല്ലെങ്കിലും അതാണല്ലോ ജനാഭിമുഖം. ജനാഭിമുഖം ജയിക്കട്ടെ, നമ്മുടെ കർത്താവ് തോൽക്കട്ടെ. അടുത്ത വ്യാഴാഴ്ച, പെസഹ വ്യാഴം, അന്ന് കർത്താവ് പൗരോഹിത്യം, മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലി അപ്പസ്തോലന്മാരെ, 12 അപ്പസ്തോലന്മാരെ പുരോഹിതന്മാരെ വാഴിച്ച ആ സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുക. പിന്നെ കർത്താവ് കുർബാന സ്ഥാപിച്ചത് സമാന്തര സുവിശേഷങ്ങളിൽ വായിക്കും. മത്തായി, മർക്കോസ്, ലൂക്ക, ഈ സുവിശേഷങ്ങളെയാണ് സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയണേ. ഇങ്ങനെ മിക്സ് ചെയ്തുള്ളൊരു വായനയാണ് പെസഹ വ്യാഴാഴ്ച. ഈ രണ്ട് സംഭവങ്ങളൊന്നും നടന്നതുകൊണ്ടാണ് ഈ വിശുദ്ധ പൗരോഹിത്യം സ്ഥാപിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മയാണ് നമ്മുടെ വിമത വൈദികര് ഒരേ ഒരു ഓസ്തി ഉപയോഗിച്ച് മാരത്തോണായി 36 കുർബാന ചൊല്ലുമായിരിക്കും. അങ്ങനെ ബസിലിക്കയിലെ ആഭിചാര കുർബാനയുടെ ആണ്ട് ആഘോഷിക്കുമായിരിക്കും. കത്തോലിക്ക സഭയിൽ നിന്ന് അങ്ങനെ ഈ ആഭിചാര കുർബാന ചൊല്ലി ഓട്ടോമാറ്റിക് ആയിട്ട് അനന്തസിദ്ധമായി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയി വിജാതീയരായി തീർന്നവരെ യാതൊരു പശ്ചാത്താപം പ്രകടിപ്പിക്കാതെ തന്നെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുന്ന മേൽപ്പട്ടക്കാരെയും നമുക്ക് കാണാൻ കഴിയും. ജനാഭിമുഖം ജയിക്കട്ടെ, കർത്താവ്, നമ്മുടെ കർത്താവ് തോൽക്കട്ടെ. പെസഹ വ്യാഴാഴ്ച രാത്രി 9 മണിയോടുകൂടി കർത്താവിനെ അറസ്റ്റ് ചെയ്ത് ഗെത്സമൻ തോട്ടത്തിൽ കൊണ്ടുപോയി. ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിച്ചു. വലിയൊരു മൽപ്പിടുത്തമായിരുന്നു അത്. പിതാവിന്റെ ഹിതവും പുത്രന്റെ ഹിതവും തമ്മിലുള്ള ഒരു സംഘടന. നമ്മുടെ വിമത വൈദികനും ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമോ എന്തോ. ഈ ഓശാനയ്ക്ക് ഈശോയായിട്ട് അഭിനയിച്ച ആൾക്ക് പെസഹ വ്യാഴാഴ്ച ഈശോയായിട്ടും അഭിനയിക്കാൻ സാധിക്കണ്ടേ? അങ്ങനെയെങ്കിൽ ആ ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥന ശരിയായ തരത്തിൽ അനുഗമിക്കുമോ? എന്റെ ഇഷ്ടമായ ജനാഭിമുഖമല്ല, കർത്താവിന്റെ ഹിതമായ, നിന്റെ ഹിതമായ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞ് തന്റെ അഹന്തയെ, തന്റെ ധാർഷ്ട്യത്തെ, തന്റെ ധിക്കാരത്തെ ദൈവഹിതമാകുന്ന, ദൈവേഷ്ടമാകുന്ന ബലിത്തറയിൽ വികാരിച്ചൻ ബലി കൊടുക്കുമോ? അതുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം അവർക്ക് ഇതെല്ലാം ഒരു ഷോ ആണ്, ഒരു പ്രഹസനം. അവർക്ക് ഇതൊരു വിശുദ്ധ കർമ്മമോ കൂതാശയോ അല്ല. ദൈവത്തിന്റെ പ്രവൃത്തിയോ ക്രിസ്തുവിന്റെ പ്രവൃത്തിയോ ആയിട്ട് അവർ കാണുന്നില്ല. അവർക്ക് ജനാഭിമുഖം വികാരിയച്ചന്റെ ഒരു പ്രഹസനമാണ്, ഷോ ആണ്. ജനാഭിമുഖം ജയിക്കട്ടെ, കർത്താവ് തോൽക്കട്ടെ. പിന്നെ ദുഃഖവെള്ളിയാഴ്ച അർദ്ധനഗ്നനായി കുരിശിൽ കിടക്കാനാണ് വികാരിച്ചന്റെ പരിപാടി എന്ന് കേൾക്കുന്നു. വേറൊരു നിർദ്ദേശവും വന്നിട്ടുണ്ട് അത്രേ. ഭാരതീയ പൂജ എറണാകുളത്തിന്റെ സംസ്കാരമാണ്. ഭാരതീയവൽക്കരണം, ഭാരതീയ സംസ്കൃതി, അതുമായിട്ട് സാംസ്കാരിക അനുരൂപണം വേണം. അതിനാൽ ഈ പാലസ്തീനായിലെ കർത്താവ് അണിഞ്ഞിരുന്ന ഈ അണ്ടർ ഗാർമെന്റ്സ്, അതിന് പകരം ഈ സാംസ്കാരിക അനുരൂപണത്തിന്റെ ഭാഗമായി ഭാരതത്തിന്റെ കൗബീന തുണി ഉടുക്കണം എന്നൊക്കെ ചിലർ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. കോണകം കെട്ടണം എന്നും ചിലർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ കെട്ടുമായിരിക്കും. കാരണം ഭാരതീയ പൂജയും സംസ്കൃത ശ്ലോകമൊക്കെ ആണല്ലോ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സുറിയാനി എന്ന് കേട്ടാല്, കർത്താവിന്റെ ഭാഷ അരാമി എന്ന് കേട്ടാല്, സുറിയാനി എന്നൊക്കെ കേട്ടാല് ഇവർക്ക് അങ്ങേയറ്റം അറപ്പും വെറുപ്പുമാണ്. എന്നാൽ ഇങ്ങനെ ഈ കൗബീന തുണി ഉടുത്ത് കുരിശിൽ അർദ്ധനഗ്നനായി കിടക്കാനൊന്നും അവർക്കൊരു പ്രയാസം ഉണ്ടാകാൻ സാധ്യതയില്ല. ജനാഭിമുഖമല്ലേ. അപ്പൊ എന്ത് ഷോയും എന്ത് പ്രഹസനവും പ്രതീക്ഷിക്കാം. ആർക്കും വരാം, വീഡിയോ എടുക്കാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ജനാഭിമുഖം ജയിക്കട്ടെ, നമ്മുടെ കർത്താവ് തോറ്റുപോകട്ടെ. വേറൊരു വാർത്ത കേട്ടു. കള്ളന്മാരായി കിടക്കാൻ 2 പേരെയാണ് വേണ്ടത്. പക്ഷേ
ഈ മുന്നേറ്റക്കാർ, അൽമായ മുന്നേറ്റക്കാർ കുറെ അധികം പേര് കള്ളന്മാരും കവർച്ചക്കാരും ഞങ്ങൾക്കും കിടക്കണം, വികാരിച്ചന്റെ കൂടെ ഇങ്ങനെ അർദ്ധനഗ്നനായി ഞങ്ങൾക്കും കിടക്കണം എന്ന് പറഞ്ഞ് വലിയ ജനത്തിരക്കാണ്. അങ്ങനെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ, ഈ മുന്നേറ്റക്കാരെയൊക്കെ അങ്ങനെ അവർ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോ വികാരിച്ചന് സൂത്രപ്പണി ചെയ്തു, അന്നാ നറുക്കിട്ട് തീരുമാനിക്കാം. അങ്ങനെ എല്ലാ കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും പേരെഴുതി നറുക്കിട്ടു. അങ്ങനെ 2 കവർച്ചക്കാരെ വികാരിച്ചന്റെ കൂടെ കിടക്കാനായിട്ട് തെരഞ്ഞെടുത്തു എന്നാണ് കേൾക്കുന്നത്. കാരണം കള്ളന്മാരും കവർച്ചക്കാരും കർത്താവിന്റെ കാലത്ത് 2 പേരെയാണ് കുരിശിലേറ്റേണ്ടി വന്നുള്ളൂ. ഇപ്പൊ അതൊന്നുമല്ലല്ലോ കണക്ക്. എന്തുമാത്രം കള്ളന്മാരും കവർച്ചക്കാരാ. സഭയുടെ കൂടെ നിൽക്കുന്നവരിലുണ്ട്, സഭയ്ക്ക് എതിര് നിൽക്കുന്നവരിലുണ്ട്, മുന്നേറ്റക്കാരിലുണ്ട്, സകല സ്ഥലത്തും കള്ളന്മാരും കവർച്ചക്കാരും. എന്നിട്ട് അവരാണ് മറ്റുള്ളവരെ കവർച്ചക്കാരനും കള്ളന്മാരെന്നും പറഞ്ഞ് ഇങ്ങനെ മൈക്ക് വെച്ച് സംസാരിച്ച് നടക്കുന്നതും. ഇനി ഒരു ചെറിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കർത്താവിന്റെ കൂടെ കവർച്ചക്കാരിൽ 2 പേരിൽ ഒരാൾക്ക് മാനസാന്തരം വന്നു. നീ നിന്റെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണേന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഈ നറുക്കിട്ട് തീരുമാനിച്ച കവർച്ചക്കാരില് ഈ ജനാഭിമുഖക്കാരാണല്ലോ ഈ കവർച്ചക്കാരായിട്ട് വന്നിരിക്കുന്നത്. ആ ജനാഭിമുഖക്കാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാനസാന്തരം വന്ന് ഈ വികാരിയച്ചോ ഏകീകൃത കുർബാനയാണ് അച്ഛൻ ചൊല്ലേണ്ടത് എന്നെങ്ങാനും പറഞ്ഞാൽ ഈ കുരിശിൽ കിടക്കുമ്പോൾ ഒരു മാനസാന്തരം വരാലോ, സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ജനാഭിമുഖക്കാരനായ മുന്നേറ്റക്കാരന് ഒരു മാനസാന്തരം വന്ന് വികാരിയച്ചനോട് അച്ഛൻ ഏകീകൃത കുർബാന സഭയുടെ കുർബാനയാണ് ചൊല്ലേണ്ടത് എന്നെങ്ങനും പറഞ്ഞാൽ അപ്പോൾ വികാരിച്ചൻ എന്ത് പറയും? ഒരു പ്രശ്നമാണത്. അതിന് ഒരു വാചകം കണ്ടുവച്ചിട്ടുണ്ട് വികാരിച്ചൻ. അവനോട് പറയും, നീ ഇന്ന് എന്നോട് കൂടെ ഉണ്ടാകില്ല. കഴിഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു വചനം വികാരിച്ചൻ പഠിച്ചു വച്ചിട്ടുണ്ട്. ഏതായാലും 2 ഈ കവർച്ചക്കാരോടും കാണികളായ ഭക്തജനങ്ങളുണ്ടല്ലോ, അവരോടും വികാരിച്ചൻ വേറൊരു വാക്ക് പറയുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഇന്ന് എന്നോടുകൂടെ നരകത്തീയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ജനാഭിമുഖം ജയിക്കട്ടെ, നമ്മുടെ കർത്താവ് തോറ്റുപോകട്ടെ. പിന്നെ വരുന്ന ഉയർപ്പ് തിരുനാള്. വികാരിയച്ഛൻ തന്നെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനാണ് പരിപാടി. കാരണം ഓശാന ഞായറാഴ്ച കർത്താവായിട്ട് വന്നത് വികാരിയച്ഛനാണല്ലോ. അപ്പൊ വികാരിയച്ഛൻ തന്നെ വേണമല്ലോ കല്ലറയിൽ കിടക്കാൻ. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ചിലർ ചൂണ്ടിക്കാണിച്ചു. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തില് ഈ പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യനും കല്ലറയിലേക്ക് ചെന്നപ്പോൾ കല്ലറയിൽ 2 തുണികൾ, കർത്താവിന്റെ പൊതിഞ്ഞ തുണിയും കർത്താവിന്റെ മുഖത്തിട്ട മുഖത്തുവാലയും ഇങ്ങനെ ചുരുട്ടി കൂട്ടി മൂലയിൽ വെച്ചിരിക്കുന്നു. മറ്റു തുണി കല്ലറയിൽ ഉപേക്ഷിച്ചിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. അപ്പൊ അങ്ങനെയെങ്ങാനും വികാരിച്ച് ഉയർത്തെഴുന്നേറ്റാൽ അത് കുഴപ്പമില്ലേ? കർത്താവ് ഈശോമിശിഹ കബറിടത്തില് 2 തുണികൾ ഉപേക്ഷിച്ചിട്ടാണ് ഉയർത്തെഴുന്നേറ്റത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ബലിപീഠത്തിൽ ഒരു വലിയ തുണിയും പിന്നെ ചെറിയ ഒരു തുണി ഉപയോഗിക്കുന്നത്. പിന്നെ ചുരുട്ടിക്കൂട്ടി ആ തുണിയായിട്ട് കർത്താവ് ചുരുട്ടിക്കൂട്ടി വെച്ച തുണി തൂവാല, അതാണ് ശോശപ്പ. പക്ഷെ ശോശപ്പ ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന്, അതായത് ഫരീദാബാദിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിന് കാരണം പറഞ്ഞത് മാർപ്പാപ്പ അത് ഉപയോഗിക്കുന്നില്ലത്രേ, ലത്തീൻ സഭയിൽ അതില്ലത്രേ. അപ്പോ എറണാകുളവും ഫരീദാബാദൊക്കെ ലത്തീൻ സഭയുടെ പാരമ്പര്യങ്ങളാണ് പിന്തുടരേണ്ടത്. സീറോ മലബാറിനുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശോശപ്പ ഉപയോഗിച്ച് പൗരത്യ സഭയായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ പോലെ ഒന്നും അല്ല ചെയ്യേണ്ടത്. ഫരീദാബാദിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ശോശപ്പ ഉപയോഗിക്കാൻ പാടില്ലെന്നൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? വികാരിച്ചൻ എങ്ങനെയാണ് കബറിടത്ത് എഴുന്നേൽക്കുക എന്ന ഒരു ആശങ്ക വന്നിട്ടുണ്ട്. എന്തായിരിക്കും കാഴ്ച എന്ന് നിങ്ങൾ ജനാഭിമുഖക്കാർ പോയി കണ്ടോളൂ, നേരിട്ട് പോയി കണ്ടോളൂ. എന്നിട്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യൂ. അപ്പൊ എങ്ങനെയാണ് വികാരിച്ചൻ ഉയർത്തെന്ന് നാട്ടുകാർക്കെല്ലാം കാണാലോ. അങ്ങനെ ഈ ഇല്ലിസിറ്റ് ജനാഭിമുഖം ജയിക്കട്ടെ, നമ്മുടെ കർത്താവ് യേശു മിശിഹ തോറ്റ് തുന്നം പാടട്ടെ. ഇപ്പോ ഇതെല്ലാം കണ്ട്, ഈ പ്രഹസനങ്ങളെല്ലാം കണ്ട് ആവേശം കൊണ്ട ജനങ്ങള് അടുത്ത ക്രിസ്മസിന് വികാരിച്ചൻ തന്നെ ഉണ്ണീശുമായിട്ട് ഈ പുൽക്കുട്ടിൽ കിടക്കണമെന്നാണ് പറയണേ. അപ്പോ ഒരു വികാരിച്ചൻ ഡയപ്പർ, കുട്ടികൾക്കുള്ള ഈ അതിനെന്താ പറയാ, ഡയപ്പർ എന്നല്ല പറയാ, കുട്ടികൾക്കുള്ള ഉടുതുണി, കുട്ടികൾക്കുള്ള ഈ കുഞ്ഞു കൗബീനുണ്ടല്ലോ, ഡയപ്പർ ധരിച്ച് വികാരിച്ചൻ തന്നെ ഈ ഉണ്ണീശുമായിട്ട് പുൽക്കുട്ടിൽ കിടക്കണം എന്നാണ് ഇപ്പോൾ ഇവർ പറയണേ. ഈ ക്രിസ്മസിൽ നിന്നാണല്ലോ ഓശാനയിലേക്കും ഉയർപ്പിലേക്കൊക്കെ കർത്താവ് വലുതായത്. അപ്പൊ അതുകൊണ്ട് അടുത്ത ക്രിസ്മസിനും വികാരിച്ചൻ തന്നെ കുട്ടിയുടുപ്പിട്ട് ഈ ഡയപ്പർ ഇട്ട് പുൽക്കുട്ടിൽ കിടക്കണം എന്ന് ആണ് ജനങ്ങളുടെ, ഈ ജനാഭിമുഖക്കാരുടെ ഒരു ആവശ്യം. അങ്ങനെ ഭക്തജനങ്ങൾക്ക് വരാം, അവർ ക്യൂ നിന്നായിട്ട് ഈ ഇങ്ങനെ ഡയപ്പറിട്ട് കിടക്കുന്ന വികാരിച്ചതിനെ തൊട്ടുമുത്താം. അങ്ങനെ ജനാഭിമുഖം ജയിക്കട്ടെ,
നമ്മുടെ കർത്താവ് തോറ്റുപോകട്ടെ. ശരിക്കും കർത്താവ് ഒരു പീഡാനുഭവത്തിലേക്ക് തന്നെയാണ് കർത്താവ് കടന്നത്. ഇന്നലെ ഈ വികാരിച്ചന്മാരുടെയും മുന്നേറ്റക്കാരുടെയും പ്രഹസനങ്ങൾ കണ്ട് കർത്താവിന്റെ പീഡാസഹനം കർത്താവ് ഒന്നുകൂടി അനുഭവിക്കുന്ന തരത്തിലാണ് നമുക്ക് അനുഭവപ്പെടുക. കർത്താവിന് ഇതുപോലെ മോശമായി ചിത്രീകരിക്കുന്ന, ഇതുപോലെ പ്രഹസനമാക്കുന്ന, ഇതൊന്നും പാടില്ലെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടും അതൊന്നും കൂട്ടാക്കാതെ, സഭ അനുസരിക്കാതെ ഇതുപോലെ കോമാളിത്തരം കാണിക്കുന്ന, അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത കോമാളികളായ കുറെ പേര്, കോമാളിത്തം കാണിക്കുന്ന കുറെ പേര്, നിയന്ത്രിക്കാൻ പറ്റാത്ത കോമാളികൾ വേറൊരു കൂട്ടര്. ഇങ്ങനെ നമ്മുടെ സഭയുടെ കഷ്ടം എന്നല്ലാതെ നമ്മൾ എന്ത് പറയാൻ? കർത്താവിനോട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ വിശുദ്ധ വാരത്തിൽ മാപ്പ് ചോദിക്കാം. ഇവരുടെ എല്ലാവരുടെയും പ്രഹസനങ്ങൾക്കും ഷോകൾക്കും വിശ്വാസമില്ലായ്മയ്ക്കും അനുസരണമില്ലായ്മയ്ക്കും ധിക്കാരത്തിനുമെല്ലാം കർത്താവ് പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.